ഈ യാത്ര ലഡാക്കിലേക്കാണ്. സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ ലഡാക്കിലേക്ക്. മണാലിയിൽ നിന്നും പുറപ്പെടുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നെങ്കിലും മുന്നോട്ട് പോകുന്തോറും കാലാവസ്ഥ തെളിഞ്ഞു വന്നു. ലഡാക്കിലേക്കുള്ള എൻ്റെ 6ാമത്തെ യാത്രയാണ് ഇത്. മണാലിയിൽ നിന്നും ലേയിലേക്ക് ബസ് യാത്രയാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ റിസർവ് ചെയ്തിരുന്ന സീറ്റ് തരാതെ HRTC പറ്റിച്ചതുകൊണ്ട് യാത്ര കാറിലേക്ക് മാറ്റുകയായിരുന്നു. വെളുപ്പിന് 2 മണിക്കാണ് ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് മണാലിയിൽ എത്തുന്നത്. ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ബസ് മണാലിയിൽ എത്തിയപ്പോൾ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം തിരക്കായിരുന്നു. വ്ലോഗ് ചെയ്യാനുള്ളതുകൊണ്ട് വിൻഡോ സീറ്റ് തന്നെ നേരത്തെ റിസർവ് ചെയ്തിരുന്നു. റിസർവ് ചെയ്തിരുന്ന സീറ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കണ്ടക്ടർ കൈമലർത്തി. അവസാനം വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഏറ്റവും പുറകിലെ നിരയിൽ നടുവിലായി ഒരു സീറ്റ് തരപ്പെടുത്തി തരാമെന്നായി കണ്ടക്ടർ. HRTCക്ക് നല്ല നമസ്കാരം പറഞ്ഞ് ബാഗുമെടുത്ത് ബസ്സിൽ നിന്നിറങ്ങി. അങ്ങനെയാണ് ഷെയറിംഗ് ടാക്സിയിൽ പോകാൻ തീരുമാനിച്ചത്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് ലേ പട്ടണം. ലേ, കാർഗിൽ എന്നിങ്ങനെ 2 ജില്ലകൾ ചേർന്നതാണ് ലഡാക്ക് പ്രവിശ്യ. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള ജില്ലയാണ് ലേ. ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. 45,110 ചതുരശ്ര കിലോമീറ്ററാണ് ലേ ജില്ലയുടെ വിസ്തൃതി. ഏകദേശം 430 കിലോമീറ്ററാണ് മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള ദൂരം. മണാലിയിൽ നിന്നും ലേയിലേക്ക് കാറിൽ ഏകദേശം 12 മണിക്കൂർ സമയമെടുക്കും. പക്ഷേ ബസ്സിൽ അത് 14 മുതൽ 16 മണിക്കൂർ വരെ എടുക്കും. ഈ വണ്ടി ഓടിക്കുന്ന ആളെ കണ്ടിട്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്നെപ്പോലെ തന്നെ പൈസ കൊടുത്ത് വണ്ടിയിൽ കയറിയ ആർമി ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ദാ ആ പുറകിലെ സീറ്റിൽ സുഖമായി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് ഞങ്ങളുടെ ഡ്രൈവർ. അയാൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലെന്നും ഉറക്കം വരുന്നെന്നും പറഞ്ഞപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഈ ആർമി ഉദ്യോഗസ്ഥനാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത്. പക്ഷേ 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പോയ ഞങ്ങളുടെ ഡ്രൈവർ ലഡാക്ക് എത്തുന്നതിന് 10 മിനിറ്റ് മുൻപാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് തിരിച്ചു കയറിയത്. ഞങ്ങളുടെ ഡ്രൈവർ ആളൊരു ജഗജില്ലിയാണ്. ലേയിലേക്കുള്ള റിട്ടേൺ യാത്രയാണ് അയാളുടേത്. വണ്ടിയിൽ ആളെ തികയ്ക്കാൻ നടക്കുന്നതിനിടയിലാണ് ബസ്സിൽ നിന്നും ചാടിയിറങ്ങുന്ന എന്നെ കണ്ടത്. യാത്രാക്കൂലിയായി 2,500 രൂപ ചോദിച്ചെങ്കിലും ഞാൻ വിലപേശി അത് 1,500-ൽ ഉറപ്പിച്ചു. പക്ഷേ മറ്റ് 2 പേരും 2,500 രൂപ വീതം കൊടുത്താണ് കാറിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ യാത്രാക്കൂലിയെക്കുറിച്ച് അവരോട് സംസാരിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആലോചിച്ചത് ഈ ആർമി ഉദ്യോഗസ്ഥൻ്റെ ഗതികേടിനെക്കുറിച്ചാണ്. 2,500 രൂപയും കൊടുക്കണം, 12 മണിക്കൂർ ഡ്രൈവ് ചെയ്യുകയും വേണം. സമുദ്രനിരപ്പിൽ നിന്നും 11,560 അടി ഉയരത്തിലുള്ള പ്രദേശമാണ് ലേ. ലേ ഉൾപ്പെടുന്ന ലഡാക്ക് പ്രദേശം ശരിക്കും ഒരു തണുത്ത മരുഭൂമിയാണ്. മനോഹരമായ ഭൂപ്രകൃതി പോലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളാണ് ഇവിടുത്തേത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികളുടെ, പ്രത്യേകിച്ചും ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇഷ്ടപ്രദേശങ്ങളിൽ ഒന്നായി ലഡാക്ക് മാറുവാനുള്ള പ്രധാന കാരണം. ടിബറ്റുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിലെ ഭൂരിഭാഗം ജനങ്ങളും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളാണ്. രാവിലെ 5:30-ക്ക് മണാലിയിൽ നിന്നും യാത്ര തുടങ്ങിയ ഞങ്ങൾ വൈകുന്നേരം 6 മണിയോടെയാണ് ലഡാക്കിലേക്ക് എത്തിയത്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായി 1-2 സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയിരുന്നു. ലഡാക്കിലേക്ക് അടുക്കുമ്പോഴേക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങും. ഈ 12 മണിക്കൂർ യാത്രയ്ക്കിടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ ഭക്ഷണശാലകളല്ലാതെ ആൾതാമസമുള്ള ഗ്രാമങ്ങൾ വളരെ അപൂർവമാണ്. ഈ മനോഹരമായ ഭൂപ്രകൃതി തന്നെയാണ് ലഡാക്കിനെ സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായി മാറ്റുന്നത്. പണ്ട് ലഡാക്ക് എന്ന ഹിമാലയൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ലേ. ലഡാക്ക് രാജവംശത്തിൻ്റെ രാജകൊട്ടാരമായിരുന്ന ലേ പാലസ് ഇപ്പോഴും ഇവിടെയുണ്ട്. ലേയിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു. ഹോസ്റ്റലിലാണ് ഞാൻ താമസം ബുക്ക് ചെയ്തിരുന്നത്. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഞാൻ ഹോസ്റ്റലുകളാണ് സാധാരണ തിരഞ്ഞെടുക്കാറ്. ചിലവ് കുറയ്ക്കാം എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് സഞ്ചാരികളെ പരിചയപ്പെടാനും കഴിയും. രാത്രി ആയതുകൊണ്ട് ഓൺലൈനായി ബുക്ക് ചെയ്തിരുന്ന ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടി വന്നു. ചെക്ക് ഇൻ ചെയ്ത ശേഷം നേരെ എത്തിയത് മാൾ റോഡിലേക്കാണ്.
15-ാം നൂറ്റാണ്ടിൽ ലഡാക്ക് ഭരിച്ചിരുന്ന രാജാവ് സിംഗെ നാംഗ്യാൽ പണിതീർത്ത പുരാതന മാർക്കറ്റ് ഇന്ന് നവീകരിച്ച് ലേ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറ്റിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡ് മുതൽ ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ഇവിടെ ലഭിക്കും. കരകൗശല വസ്തുക്കളാണ് മറ്റൊരു പ്രത്യേകത. ലൈവ് സംഗീത വിരുന്നുമായി ഭക്ഷണശാലകളും ധാരാളമുണ്ട്. ടൂറിസ്റ്റ് സീസണുകളിൽ പാതിരാത്രി വരെ മാൾ റോഡ് എന്നറിയപ്പെടുന്ന ഈ ലേ മാർക്കറ്റ് സജീവമായിരിക്കും. ലേ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മാർക്കറ്റ്. ഇവിടെ ലഡാക്കിൻ്റെ വിനോദസഞ്ചാരവും സംസ്കാരവുമെല്ലാം ഒത്തുചേർന്ന ഇടം കൂടിയാണ്. മഫ്ലറുകളും സോക്സുമെല്ലാം തുന്നി ജീവിക്കുന്ന ഇവരാണ് ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. പകൽ നേരങ്ങളിൽ ഇവരാരെയും ഇവിടെ കാണാൻ കഴിയില്ല. വെയിലാറി ഇരുട്ട് വീണു തുടങ്ങുന്നതോടെ വഴിയരികുകളിൽ ഇവർ സജീവമാകും. വെട്ടിയെടുത്ത ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്നും നൂലുണ്ടാക്കി ഇവിടെ വെച്ച് തന്നെ വസ്ത്രങ്ങൾ തുന്നിയുണ്ടാക്കിയാണ് ഇവർ. മാൾ റോഡിലെ കാഴ്ചകൾ കണ്ട് തിരികെ ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ഓരോ യാത്രയിലും ഹോസ്റ്റൽ ജീവിതങ്ങൾ തരുന്ന സമ്മാനങ്ങളുണ്ട്, പുതിയ സൗഹൃദങ്ങൾ. ഈ യാത്രയിലും ഉണ്ടായിരുന്നു അത്തരമൊരു സമ്മാനം. ഇതാണ് മാത്യു. ഇംഗ്ലണ്ട് സ്വദേശിയാണ്. ആദ്യ ദിവസം ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു. രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും വൈബുമെല്ലാം ഒരുപോലെയാണ് എന്ന് മനസ്സിലായതോടെ പിന്നീട് താമസവും യാത്രയുമെല്ലാം ഞങ്ങൾ ഒരുമിച്ചായി. ലേ പാലസിലേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര. ലേ പട്ടണത്തിന് സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ലേ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിൽ നിന്നാൽ ലേ പട്ടണം മുഴുവൻ വിശദമായി കാണാം. പാലസിലേക്ക് വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നല്ല റോഡുണ്ടെങ്കിലും ഞങ്ങൾ പട്ടണത്തിലെ വീടുകൾക്കിടയിലൂടെയുള്ള ചെറിയ വഴിയാണ് തിരഞ്ഞെടുത്തത്. 27 വയസ്സുള്ള മാത്യു അവൻ്റെ ഗേൾ ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത്. 2 മാസമായി കക്ഷി ഉത്തരേന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ്. തിരികെ പോകുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്നും ഒരു ഗേൾ ഫ്രണ്ടിനെ ഉറപ്പായും കിട്ടും എന്ന് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന്. എന്നാൽ എന്തായാലും കേരളത്തിലേക്ക് എത്തുമെന്നായി അവൻ. ലഡാക്കിലെ വീടുകൾക്കിടയിലൂടെയുള്ള വഴി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. സിമന്റ് ഉപയോഗിക്കാതെ കല്ലുകളും ചെളി കൊണ്ടുള്ള കട്ടകളും മാത്രം ഉപയോഗിച്ച് ടിബറ്റൻ വാസ്തുവിദ്യയിലാണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വെയിലത്ത് ഉണക്കിയ ചെളി കൊണ്ടുള്ള കട്ടകളാണ് വീട് പണിയാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ടിബറ്റൻ വാസ്തുവിദ്യയിലാണ് ലേ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വീടുകളും തെക്കോട്ട് ദർശനമുള്ളവയാണ്. അതിൻ്റെ പ്രധാന കാരണം കഠിനമായ ശൈത്യകാലത്ത് മാക്സിമം സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ്. സിമൻറ്റോ ആണികളോ ഉപയോഗിക്കാതെ മരങ്ങളും കല്ലുകളും മാത്രം ഉപയോഗിക്കുന്ന കാത്കുനി ശൈലിയിലുള്ള വീടുകൾ ഹിമാചലിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ടിബറ്റൻ വാസ്തുവിദ്യ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ലേ പാലസിലേക്ക് അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഇവന് വല്ല ബ്ലാക്ക് മാജിക്കോ ചാത്തൻ സേവയോ വശമുണ്ടോ എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കാരണം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആൾ മുകളിലെത്തിയിട്ടുണ്ടാവും. ലേ പാലസിലെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. കൂടാതെ 5 ദിവസം നീളുന്ന ഷാംവാലി ട്രക്കിങ്ങിലെ വിശേഷങ്ങളുമുണ്ട്. കാത്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി.